സുരേഷേ 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 എന്തിനാടോ വിളിച്ചു കൂവണേ? താൻ എന്തെന്നെ ലേല വിളിച്ച് വെക്കാൻ പോവാ? അല്ല, നമ്മുടെ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു 50 ലക്ഷവും കാറും. സുരേഷേ, കുഞ്ഞാലിക്കയുടെ ചായപ്പീടിയിൽ വെച്ച് ലോട്ടറി സുശീലൻ പറയുന്നത് എന്റെ 2 ചെവി കൊണ്ട് ഞാൻ കേട്ടതാ. മാറി നിൽക്കണോ? ഒരു തുക്കട സൈക്കിളായിട്ട് കാലത്ത് തന്നെ വരും. ബ്ലേഡ് ദാസപ്പനല്ലേ? ബ്ലേഡ് ദാസപ്പൻ നിന്റെ അച്ഛൻ. അപ്പൊ നിന്റെ അച്ഛനാ സംസാരിക്കുന്നത്? എടാ വൃത്തി കെട്ടവനെ, നിനക്ക് ഞങ്ങൾ എത്ര രൂപ തരാനുണ്ടെന്നാ പറഞ്ഞത്? ആ കള്ളക്കണക്കും കൊണ്ട് നിന്റെ പരട്ട ജീപ്പ് എടുത്ത് ഇങ്ങോട്ട് പാടാ പന്നി. എന്റെ ശിവൻകുട്ടി കാശ് കൊടുക്കാനുള്ള ബാക്കിയുള്ള എല്ലാ തെണ്ടികളെയും വിളിച്ചോ. കേട്ടടാ മരപ്പട്ടി. വണ്ടി എടുക്കടാ. ഇനി പൈൻ്റെ ഒന്ന് വിലസും. അല്ല സുരേഷേ, ശിവൻകുട്ടി ഇനി എവിടെ പോയി തപ്പും? അവൻ വീട്ടിലില്ല. അതിനല്ലടോ ദാസപ്പന്റെ പരട്ട വണ്ടി. ആ ഉണക്ക ജീപ്പായിട്ട് വരട്ടെ. രാമകൃഷ്ണ, ഇത് ഞാനാ ദേവൻ. എനിക്ക് 2 വർഷത്തെ ലീവ് വേണം. നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ റിസൈൻ ചെയ്തോളാം. എനിക്കിപ്പം പഴയമാതിരി ജോലി എടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തനി കാശ് വല്ലതും വേണമെങ്കിൽ പറ, ഞാൻ എത്തിച്ചേരാം. അപ്പം ശരി, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. നീ വൈ. എന്താ മേളിലിരിക്കുന്നേ? കൊള്ളാം, ഇത് ചോദിക്കാനാണ് ഇവിടെ വരെ ഓടി പടച്ച് വന്നത്. അതല്ല, ശിവൻകുട്ടി എവിടെ? ചിറ്റപ്പനെ ബ്ലൈഡ് ദാസപ്പം പൊക്കിയാ. ഇനി ജീവൻ കൊണ്ട് ഓടാൻ. ഞാനാ പറയണേ ചിറ്റപ്പൻ. നിന്റെ ചിറ്റപ്പനാ പറയണേ വണ്ടി നിർത്താൻ. എടാ കാശിന്റെ കാര്യല്ല. അല്ലയോ പുരുഷാരമേ, ഒരുവൻ നിന്നെ ദ്രോഹിച്ചാൽ അവനോടേടല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിക്കണമെന്നാണ്. അയ്യോ അയ്യോ, എന്നെ വൈകിടിച്ചിട്ട് പോകുന്നേ. എടാ കാലമാടാ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. നീ പോക്ക് നരകത്തിലേ പോകൂടാ. എന്താ പറ്റിയേ? ഒരു ബൈക്ക് ഇടിച്ചതാ. ഓ, ശിവൻകുട്ടിയുടെ വണ്ടി ആയിരിക്കും. ഉപദേശി പേടിക്കണ്ട, ആസ്പത്രി ചെലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാ മതി. അവന് അവിടെ പോയി നിക്കടാ. എടാ പറയുന്നത് കേക്ക്. എടാ നിക്കാൻ. എടാ ഒരു കാര്യം പറഞ്ഞ നിർത്തി ശിവൻകുട്ടി. വണ്ടി നിർത്തി തിരിച്ചു പോടാ. ശിവൻകുട്ടി നിർത്തടാ, പതുക്കെ പോടാ. ഇത് പെട്ടെന്ന് പൊട്ടു. ആന ചവിട്ടിയാലും പൊട്ടൂല, അത്രയ്ക്ക് സ്ട്രോങ് ആ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ആന ചവിട്ടിയാലും പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോടാ അവിടെ. ചട്ടി പൊട്ടി. അതെ ചേട്ടാ, ആ ബൈക്ക് ഇതിലല്ലേ പോയത്? ഈ അഡ്രസ്സിൽ വന്നാ മതി, കാശ് തരാട്ടാ. വണ്ടി വിട്, വണ്ടി പോട്ടെ. എടാ പതുക്കെ പോടാ ശിവൻകുട്ടി. താഴോട്ടേക്ക് തിരിക്കണ വണ്ടി. ശിവൻകുട്ടി എന്തിനാ ഈ കാട്ടിലോട്ട് വന്നത്? ചിലപ്പോ വെളിക്കിറങ്ങാനായിരിക്കും. നോക്കി വാ പന്നി. ഇത് നമ്മുടെ തെക്കക്കര ജാനു അല്ലേ? തെക്കേക്കര ജാനുവാ? ആ സെറ്റപ്പ്. ഇവളുടെ കുളിസിയും കാണാനാണ് ഇവ ഇത്ര സ്പീഡിൽ ഓടി വന്നത്. അയ്യോ അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. അയ്യോ ഓടി വായേ. അയ്യോ എനിക്ക് വയ്യേ, എന്റെ നടു ഒടിഞ്ഞേ. ബഹളം വെക്കല്ലേ, അറിയാതെ ഇടിച്ചതല്ലേ. എനിക്കിനി ജോലിക്ക് പോകാൻ ഒക്കത്തില്ലേ? പിന്നെ ഇവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിലല്ലേ ജോലി. അയ്യോ ദേ, മര്യാദയ്ക്ക് എനിക്ക് ചികിത്സക്കുള്ള പൈസ തന്നില്ലെങ്കിൽ വിവരം അറിയും. എത്ര രൂപയാണ് വേണ്ടത്? ഒരു 500 അല്ല ഒരു 5000 വേഗം എടുത്ത്. 5000 രൂപ? നീ ഇവന്റെ വീട്ടിലേക്ക് വന്നേക്ക്. 10000 രൂപ വന്നേക്കാം. നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇതുവരെ ആർക്കും ഇല്ലാത്തതാണല്ലോ ഇത്. എന്ത് 10000 രൂപ? അല്ല, ഭ്രാന്ത്. എടാ നിനക്ക് 50 ലക്ഷം രൂപ ഒരു മാരുതിക്കാരൻ ലോട്ടറി അടിച്ചാലേ ചിറ്റപ്പന് ഭ്രാന്ത് വരാതിരിക്കോടാ. ലോട്ടറി അടിച്ചെന്നാ? അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. നീ ടിക്കറ്റ് എവിടെ വെച്ചിരിക്കണേ? ഞാൻ വീട്ടില് അലമാരക്കകത്താ. ആദ്യം ഈ പടം അവര് കണ്ടില്ല. ഞാനിത് എവിടെ കൊണ്ട് വെച്ചത്? നീ ഒന്ന് സമാധാനമായിട്ട് നോക്ക്, അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇനിയിപ്പോ നീ ചിറ്റപ്പന്റെ വീട്ടിൽ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ അവിടെയൊന്നും അല്ല വെച്ചത്. കേട്ടോ ഏട്ടത്തിയമ്മേ, ഈ കുട്ടികളുടെ പ്രായത്തില് പട്ടര കുളത്തിൽ കുളിക്കാൻ പോകുമ്പോ ഏട്ടൻ എന്നെയും കൊണ്ടുപോകും. കുടം കമഴ്ത്തി വെച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നീന്തിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൈ കുടത്തിന്ന് ഒന്ന് തെറ്റി. ഞാൻ മുങ്ങാൻ പോയപ്പോ ചേട്ടൻ നീന്തി വന്ന് ഒറ്റ കയ്യിൽ എന്നെ പൊക്കിയെടുത്ത് കടവി കൊണ്ടിരുത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാം.
അതൊക്കെ ഓർത്തപ്പോ അമ്പലത്തിൽ പോണ വഴിക്ക് ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നീ അമ്പലത്തിലൊക്കെ പോവോ? ഷാപ്പിലേക്ക് പോണ വഴിക്ക് അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. ഈ പട്ടരുടെ കുളം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താ? പടിഞ്ഞാറ് ഭാഗത്താണോ കിഴക്ക് ഭാഗത്താണോ എന്ന് ചാരേശ്വരമ കിടക്കണ ആളോട് ചോദിക്കും. ഡാ എവിടുന്ന് കിട്ടിയേ? അയ്യോ, നിന്റെ ഈ വൃത്തികെട്ട കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അഹങ്കാരം പാടില്ല, എളിമ വേണം. എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത്. അതെ, ലോട്ടറി സുശീലൻ വന്നല്ലോ. ഇങ്ങോട്ട് വരാൻ പറയൂ. വരണം. ഇങ്ങനെ ഇത് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് എത്രാന്ന് വെച്ചാൽ നിന്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊണ്ടുവരണം. പെട്ടെന്ന് 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 പോ. കമ്മീഷനാ? ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചതിന്റെ കമ്മീഷൻ. ആഹാ, അത് ശരി. ലോട്ടറി അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, ബാർബറ ശിവൻകുട്ടിക്കാ. എനിക്ക് തീരെ വയ്യ. താനല്ലോട് പറഞ്ഞത് ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു? ഞാൻ ശിവൻകുട്ടിന്ന് മാത്രമേ കേട്ടുള്ളൂ. അടിച്ച് നിന്റെ പല്ലിയാങ്ങളെയും. അതിന് ഇയാളുടെ വായി പല്ലുവല്ലോ വേണ്ട. നീ എന്തിനങ്ങനെ കുനിഞ്ഞു നിൽക്കണേ? നീർന്നങ്ങനെ നിന്നൂടെ? അളിയന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ തെക്കേക്കര ജാനുവിന് എത്ര രൂപ പറഞ്ഞു? 10,000 രൂപ കൊടുക്കാന്ന് ചിറ്റപ്പനല്ലേ പറഞ്ഞത്? അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ ചോദിച്ചത്. മോനെ ശിവൻകുട്ടി, ഓ നിന്റെ അമ്മാവനല്ലേ ഇത്? എന്റെ നള്ളി കണ്ടിട്ട് എത്ര കാലമായി. നീ പറയാറില്ലേ കൊല? എടാ, ആ കൊല കൊണ്ട് അകത്ത് വെക്കടാ. നിനക്ക് ഇഷ്ടല്ലേ പാലക്കാടൻ മട്ട? അതുകൊണ്ട് 25 കിലോ. മോനെ ശിവൻകുട്ടി, ഈ കൊല രാസോളം ഇട്ടതല്ല, ചാണകവും ചാരവും ഇട്ടതാ. തേനിന്റെ ടേസ്റ്റാ. ഏത് ചാണത്തിനാ? അല്ലടോ, കൊലക്ക്. ആ. പിന്നെ നീ ചെറുപ്പത്തിലേ പറയാറില്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി അമ്മാവും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിയടാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? തനിക്കാൻ വെച്ചിട്ടുണ്ട്. മോനെ ശിവൻകുട്ടി, ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞാനിങ്ങ് ഓടി എത്തിയെന്ന് അറിയാമോ? എടാ മോനെ, നിനക്കൊരു നല്ല കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അവരിനി പറയില്ല, ചെയ്യേ ഉള്ളൂ. ഓ എടാ സുശീല, നീ ഇങ്ങ് വന്നേ. എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാറും. ഓ എടാ, പക്ഷെ അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, പിന്നെ ബാർബറ ശിവൻകുട്ടിക്കാണ്. ആ, ഓ അവന് കപ്പലണ്ടി മുട്ടായി ഇഷ്ടാണ് പോലും. എടാ ഇങ്ങനെ ആ അരി കൊല ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. വേർത്തോണ്ട് വിടവും. ഡാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. അവന്റെ ഒരു 50 ലക്ഷം മാരുതിക്കാറും അവന്റെ ഒക്കെ വിചാരം ഞാനിത് കണ്ടിട്ട് ഓടി വന്നതാന്നാ. കേശവ, നിനക്ക് അവനോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ? എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. അയ്യോ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. ഓ എന്റെ ഈശ്വര, ഇവരെ ഇനി എങ്ങനെ ഒഴിവാക്ക? എങ്ങനെയെന്ന് വെച്ചാൽ ചിറ്റപ്പൻ തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്റെ കൂടെ വാ. ദാസപ്പ, എന്താ സുരേഷേട്ടാ? ഞാൻ നിന്നെ ഫോണിലൂടെ 1-2 തെറികൾ വിളിച്ചിരുന്നു. അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. അത് നന്നായി. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു. എന്റെ ഇവന്മാരുടെ മുഴുവൻ തുക പലിശ സഹിതം തന്നോളാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതും കൂടി നീ മറന്നു. അവനെ കണ്ടെത്തും വരെ ഹോട്ടൽ താജിനോട് വിട. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമം കുറച്ചു നാളായി സമരത്തിന്റെ പാതയിലാണ്. ഈ നാടിന്റെ ആവശ്യകതയും അനിവാര്യതയുമായ നമ്മൾ സംസാരിച്ചു വന്ന ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് നിരന്തരമായി ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ശ്രീമാൻ പി സുരേഷിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരം. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇത് ഞാൻ എഴുതിയതല്ല. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ടതും നീചവുമായ ഈ പ്രവൃത്തിയെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല.
അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരു ബ്രാൻഡ് ഷാപ്പ് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി, സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി. അതേസമയം ബിവറേജസ് ബ്രാൻഡ് ഷാപ്പുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന വിവിധ മതവിഭാഗക്കാർ എത്രയോ സൗഹാർദ്ദപരമായി പെരുമാറും. അത് ക്ഷമിക്കണം, അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും. നിന്നെന്താ ചന്തയിൽ കൊണ്ടുപോയി വെട്ടുണ്ട്? സംസാരിക്കടോ. ഒന്നാം തീയതി ബാർ അവധിയായത് കാരണം ബ്ലാക്കിലാണ് മേടിച്ചത്. വെറുതെ അല്ല ഞാൻ സമരം ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായ? ഇതിൽ കുറവുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പ്രശ്നമുണ്ട് സുരേഷ്. എന്താ? ദാസപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇന്നെന്തെങ്കിലും നടക്കും. ബ്ലൗസേ ഞാൻ തയ്ച്ചു തരാം. ഓടാ പട്ടി. കാലമാടല് വരാൻ കണ്ടിട്ട് നേരം. രക്ഷപ്പെട്ട് മാന്യനാണെങ്കിൽ ഇനി എന്നെ അടിക്കരുത്. എടാ ശിവൻകുട്ടി, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഓടിച്ചു പഠിക്കാൻ ഈ വഴി വന്നു പോകരുതെന്ന്. ഈ വഴി അല്ലാതെ ഞാൻ എവിടെ പോയാണ് ഏട്ടാ വണ്ടി ഓടിച്ച് പഠിക്കേണ്ടത്? എടാ കഴിഞ്ഞ ദിവസം നീ ബൈക്ക് ഓടിച്ച് പഠിച്ചതിന്റെ രക്തസാക്ഷികളെ ഈ കാണുന്നവരെല്ലാം അറിയാമോടാ? ഇത്ര പേർക്കേ പറ്റുള്ളൂ. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചതാ. ഹലോ, ഇന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഇവരുടെയൊക്കെ ആശ്വസിച്ചാലും ഇപ്പൊ നാട്ടുകാരാ വഹിക്കുന്നത്, നിനക്കറിയാമോടാ? വലിയ ഉപകാരം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊക്കെയാണ് എന്റെ ശക്തി. ഇവനെ ഞാൻ കുറച്ച് കാശുകൂടി കരുതി വെച്ചോളൂ. ഒരാഴ്ചക്കകം ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. തോൽക്കില്ലടാ ഞാൻ. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. പട്ടാളത്തിന് വട്ടളകി 10 പൈസ കയ്യിൽ എടുക്കാനുമില്ല. നാടാകെ നാട് മുഴുവൻ കടവും. എന്നാലും അച്ഛനും മകനും നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുകയും വേണം. അതെ, അമ്മാവനും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തോളണം. വേണ്ട, നമുക്ക് തമ്മിൽ തല്ലി തീർക്കാം. ഒന്നുമല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ മോനല്ലേ, ക്ഷമിച്ചേക്ക്. ഒന്ന് വിടറോ, വാടാ ഇങ്ങോട്ട്. ഇനി ആരെ തല്ലിക്കൊല്ലാനാടാ ഈ ഇരുമ്പുപടി? ഇത് ഇരുമ്പുപടിയല്ല, ബൈക്കിന്റെ ക്രാഷ് കാർഡാ. വരുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് ഊരി വീണതാ. ഞാൻ പേടിച്ചു പോയി. ദാസപ്പൻ ചിറ്റപ്പനെ കൊണ്ടുവരുന്ന ഈ വഴിക്കാണോ അതോ ഈ വഴിക്കാണോ? ഈ വഴിക്കാണല്ലേ? എന്നാ നീ മാറിക്കോ. ഒന്ന് മാറിയേച്ചു. ഗുരുത്തം കെട്ടവനെ, നിനക്ക് ഈ വഴിക്കാന്ന് പറയാൻ പാടില്ലായിരുന്നു. എങ്കിൽ അവൻ ഈ വഴിക്ക് പോവുകയും പൊതിരെ തല്ലും കിട്ടിയേനെ. ഓ, നീ മുത്താടാ. വലുതാവുമ്പോ നിന്നെ ഞാൻ പട്ടാളത്തിൽ ചേർക്കാം. മിസ്റ്റർ പി കെയർ. ഞാനല്ല, ഞാൻ അസിസ്റ്റന്റ് ബ്രൂണോ. അകത്ത് ഗാംബ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂ ആർ യു? എനിക്ക് പി കെയറിനെ ഒന്ന് കാണണം. ഓക്കേ, ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് മൂവ്. 1 2 3 4 5 6 9 50 പൈസ കുറവുണ്ടല്ലോ.
ആരുടെ പൈസയിലല്ല കളിക്കാൻ വന്നത്? ആകെ അമ്പൂസുഖം കളിക്കണത്. അതെങ്ങനെ മര്യാദക്ക് താടാ. ബോസിനെ കാണാൻ പുറത്തൊരാൾ വന്നിരിക്കുന്നു. ആ പോ. ഇതിനകത്ത് ഉണ്ടയില്ലാതെ പോയത് നിന്റെയൊക്കെ ഭാഗ്യം. രണ്ടുണ്ടല്ലേ ബോസ്? അതെന്റെ അത്യാവശ്യത്തിനുള്ളതാ. യെസ്, കം ഓൺ. കുറച്ചു ദിവസമായി വേണ്ടപ്പെട്ട ഒരാളെ കാണാനില്ല. അയാളെ കണ്ടെത്തി ഒരു പോർലോല ഏൽപ്പിക്കാതെ തിരിച്ചുകൊണ്ടുവരണം. ഇത്രക്കൊരു നിസ്സാര കാര്യത്തിലാണോ പി കെ അന്വേഷിച്ചു വന്നത്? ഞാൻ എന്റെ സഹപ്രവർത്തകർ മുഖത്ത് എങ്ങനെ നോക്കും? 1 ലക്ഷം അഡ്വാൻസ്. ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം. ടോട്ടൽ 5 lakhs. ആളെ ഞങ്ങൾ എത്തിക്കും. അയാളുടെ ഫോട്ടോ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ. കേരളത്തിൽ നിന്നും കാണാതെ പോയ എല്ലാവരും ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ അവരെ പോക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ആളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? ബൈ ദ ബൈ, ഗിവ് മി ദ ഫോട്ടോസ്. സുന്ദരൻ. ഇവനെ ഞങ്ങൾ ഇതെന്റെ സാറിന്റെ നമ്പരാ. ഇനി അദ്ദേഹമായിരിക്കും നിങ്ങളെ വിളിക്കുക. ഓ, നോ പ്രോബ്ലം. ഇവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? നോ ഡീറ്റെയിൽസ് ഞങ്ങൾ വാങ്ങാറില്ല. ഫോട്ടോ തന്നെ ധാരാളം. ഓക്കെ ബൈ ബൈ. മിസ്റ്റർ ബ്രൂണോ, again come closer to me. എടാ കഴുതേ, ഡീറ്റെയിൽസ് ഇല്ലാതെ എങ്ങനെയാടാ ഇവനെ കണ്ടുപിടിക്കുക? ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു. ഓ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും എടുത്തേക്ക്. പിന്നെ അപ്പുറത്ത് രാമചന്ദ്രന്റെ കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. ഓക്കെ, അത് ആഹാരത്തിന് ശേഷം. എത്ര നാളായി മര്യാദക്ക് ആഹാരം കഴിച്ചിട്ട്? വെറും ദാസപ്പനല്ല, ബ്ലേഡ് ദാസപ്പൻ. ഇനി പറ, ശിവൻകുട്ടി എവിടെ? അതെ, ഞാൻ അവന്റെ ചിറ്റപ്പനായതുകൊണ്ട് പറയല്ല, ശിവൻകുട്ടി വീട്ടിലില്ല. 3 ദിവസമായി ഒളപ്പമണ്ണേലുള്ള അവന്റെ വല്യച്ഛന്റെ വീട്ടില്. സത്യ, എന്റെ മക്കളാണ് സത്യ. അതിന് താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ആളുകൾ അങ്ങനെയല്ലേ പറയാറ്. സത്യ, ഈ പി സുരേഷ് കള്ളം പറയാറില്ല. പിന്നെ വെറുതെ നമ്മൾ അവന്റെ വീട് വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒന്നുകിൽ മുതലാളിയുടെ ഭാഗത്ത് നിൽക്ക്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിൽക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി ഒരു പാവലടാ. അതെ, ഞങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കണം മുതലാളി? അതെ, ഒന്നുകിൽ അവരോട് അവിടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി നിൽക്കാം, എവിടെയെങ്കിലും പോയി നിൽക്കണം. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല ഞിട്ടാ. അതിരിക്കട്ടെ, അവനില്ലെങ്കിൽ വേണ്ട, പണം താൻ തന്നാ മതി. തന്റെ വീടിന്റെ ആധാരം എന്റെ കയ്യിലാണെന്ന് അറിയാമല്ലോ. നടക്ക്. അതെ, ഞാൻ ഒന്നൊന്ന് പറയട്ടെ. അവൻ ഒളപ്പമണ്ണേന്ന് വരുന്നത് വരെ ഒരു സാവകാശം. എന്താ ഈ സാധനം? ചിറ്റപ്പ, ദാസപ്പ, ഹായ്. ശിവൻകുട്ടി അല്ലേ അത്? അതെന്നാ പറയണേ. ഒളപ്പമണ്ണേന്ന് വരുന്ന വഴിയാ, ഷോർട്ട് കട്ടാ. വില്ലിച്ചിന് സുഖല്ലേ? നല്ല സുഖം. സുഗ്രീവേട്ടൻ ബോംബെന്ന് വന്നു. അതാര്? നിന്റെ അച്ഛൻ. അതെ, ദാസപ്പേട്ടൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ അങ്ങോട്ട് നടന്ന് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതി ദാസപ്പേട്ടനെ കാണാൻ ഞാൻ ഓടി വന്നതാ. ഒളപ്പമണ്ണേന്ന് വല്യച്ഛന്റെ വീട്ടിൽ നിന്ന്. അതേതായാലും നന്നായി. അത് നന്നായില്ലേ? സത്യത്തിൽ നീ ഇങ്ങോട്ടാണോ വന്നത്? ഏയ്, ആ പച്ചക്കറി ദാമുവിന്റെ മോൻ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തിയതല്ലേ. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. പന്നിയുടെ മോൻ. മതി, രണ്ടുപേരും പിറുപിറുത്തത് മതി. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. അതെ, ഇവൻ കാശ് കൊടുക്കാനുള്ളൊരു ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പൊതുവഴിയിൽ നിന്ന് മാറിയിട്ടായ ഇടവഴിയിൽ നിൽക്കാം. എന്തേ? ഇവരൊക്കെ ദാസപ്പേട്ടന്റെ ഗുണ്ടകളാ. വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കണം. ബ്രൂച്ചിലി. പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാനൊന്നല്ലല്ലോ. അല്ല, വണ്ടി കണ്ടീഷനാണെന്ന് പറഞ്ഞതാ. കൊറേ കാലമായി ഈ തല്ലിപ്പൊളി വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞിട്ടാണോ നീ വണ്ടി വാങ്ങിയത്? എന്റെ ദാസപ്പ, ഇതിങ്ങനെ നട്ടല്ലൊടിഞ്ഞ് കിടക്കണോണ്ടല്ലേ ഞങ്ങളുടെ റോളിംഗ് ആകെ തെറ്റിപ്പോയത്. പാസില്ലാതെ മണല് കടത്തിയതിന് പോലീസ് കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഇത് ഇരുമ്പ് വലിക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സുരേഷേ. ഇതിപ്പോ കൊല്ലം 3ആയി. എനിക്ക് എന്റെ കാശ് വേണം. ഇത് 5000 രൂപയുണ്ട്. മുതലില് കുറച്ചാ മതി. മുതലല്ല, ഇത് പലിശയിലായിരിക്കും കൂട്ടുന്നത്. പലിശയില് ചാകുന്നതിലും ഭേദമല്ലേ ബോധം കെടുന്നത്. അതെ, ഇന്ന് വാർക്കപ്പണികളുണ്ട്. ഞാൻ വെറുതെ വിട്ടേക്കുന്നു, കാണിച്ചു തരായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ?
ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ ചിറ്റപ്പൻ പറഞ്ഞിട്ടാ ഞാൻ ഈ ലോറി എടുത്തത് മണ്ണ് കയറ്റിയതും ഒക്കെ. ഞാനിതൊക്കെ കേൾക്കണം. നിനക്കൊക്കെ വേണ്ടിയിട്ടാ ഇക്കണ്ട കാലം ഒരു വിവാഹം പോലും കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത്. അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ആ അതുണ്ട്. അതെ, നീ ഈ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫീലിംഗ് ആയിട്ടുണ്ട്. നിന്റെ കുറെ കാശുണ്ടല്ലോ, ഒരു പൈന്റ് മേടിക്കാനുള്ള കാശ് കൊണ്ട് തന്നെ. പോയിന്റ്. അപ്പൊ ഈ ഫീലിംഗ് ഇങ്ങനെ തന്നെ നിക്കട്ടെ. അങ്ങനെ നിക്കട്ടെ. ബാക്കിയുള്ളതിന്റെ വിഷമം ആർക്കും അറിയണ്ട. പണയം വെക്കാനെന്നും പറഞ്ഞ് പെങ്ങളെന്ന് വാങ്ങിയ വളവിറ്റ കാശാ ഇപ്പൊ ദാസപ്പം കൊണ്ടുപോയത്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് വള മേടിച്ച് വിറ്റിട്ടാ ബീഡി സിഗരറ്റ് മേടിച്ച് വലിച്ചത്. അത് നീ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അടുക്ക ഹിന്ദിയിൽ എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. തുമാരെ ഹാത്ത് മേ കങ്കൻ ഹേ ഉസ്മേം സേ ഏക് തോര കാട് കർ ദോ ബർസോന തമ്പാക്കു പീനെ ലേക്കോ പൈസ നഹീ തേ. അവള് ചോദിക്കുമ്പോ ഇനി നീ വള എവിടെ നിന്ന് കൊടുക്കും? അതിന് ഐഡിയ ഉണ്ട്. ഞാൻ ഇത് കൊടുക്കും. ഇത് റോൾഡ് ഗോൾഡ്. നിന്നെ വെച്ച് നോക്കുമ്പോ ഗാന്ധിജി ഒന്നും അല്ലടാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വളയുടെ ഉടമസ്ഥ, അതായത് നിന്റെ പെങ്ങളും അളിയനും ഇന്ന് രാത്രി വരുന്നുണ്ട് കോയമ്പത്തൂർ. ഈശ്വര, ഈ വരവിന് അളിയൻ അറിയാതെ ഞാൻ വള തിരിച്ചു കൊടുക്കാന്ന് ചേച്ചിക്ക് വാക്ക് കൊടുത്തതാണ്. അതിന് ഈ വളയും എടുത്തു കൊടുത്താ പോരെ? അത് ശരിയാ. ഈ ലോട്ടറി എനിക്ക് അടിക്കും. ദാ പിടി സുശീലേട്ടാ, ബാലൻസ്ഡ്. ചില്ലറയില്ല ശിവൻകുട്ടി, ആരോഗ്യമാസി പറഞ്ഞു. എനിക്ക് ആരോഗ്യമാസി ഒന്നും വേണ്ട, കാശ് നിനക്ക് ആവശ്യം വരും. അത് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. ഉച്ചക്കലത്തെ ഊണ് ലാഭിക്കാലോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. താൻ പോടോ. മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി, ഞാനാണ് പറയണത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എടാ കൊടുക്കരുത് പറഞ്ഞാ കൊടുക്കരുത്. പോ സുശീലണ്ണ, എന്റെ വീട്ടിലും പട്ടിയുള്ളത് തന്നെ. തിന്നു മോനെ. അത്രയും അങ്ങോട്ട് കയറ്റണ്ട, എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ളതാ. പോട്ടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ എന്ന്. ഇനി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അത് കടിച്ച് കീറും. ദേ ഇരിക്കുന്ന ആളെ കണ്ട, നീ വരണതിന് മുമ്പ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ആളാ. അയാളുടെ കയ്യിലെ പൈസ തീർന്നപ്പോ അയാൾ കുടുങ്ങി. നീ വന്നപ്പോ അയാൾ രക്ഷപ്പെട്ട്. കൊടുത്തോണ്ടിരുന്നോ? ഇങ്ങനെയുള്ള എന്നോടൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? ഇനി ഒരു പണിയായി കൈയൊഴിയാതെ കൊടുത്തോണ്ടിരുന്നോ? എനിക്ക് പെട്ടെന്ന് പോകാനുള്ളായിരുന്നു. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ, നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിന്റെ മോനെ. ഈശ്വര, അടുത്ത കുരിച്ച്. ആഹാ, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചടാ. പലിശക്കാശും തരാതെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളിച്ചോണ്ടിരിക്കല്ലടാ. കാശ് ഞാൻ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തോളാം. ഞാൻ 2 മിനിറ്റ് വണ്ടിക്കകത്തിരിക്കാം. കാശ് കൊടുത്തോളാം. ഓ, അങ്ങനെ 2 പട്ടിയുടെ നിന്ന് രക്ഷപ്പെട്ടു. ഏതാണോ ഈ മുന്തിയനം? ബെസ്റ്റനാണ്. നിന്നെ തിന്ന് പെട്ടെന്ന് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ദാസപ്പ. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല. ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇന്നലെ 2 പേരെ കടിച്ചത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രിക്ക്. ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 കൊല്ലം എടുക്കും.